ഹലോ, എല്ലാവർക്കും കുമ്പിടി സ്റ്റേറ്റ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നാളത്തെ വീഡിയോ കണ്ടോ? നമ്മൾ കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ? കഥയും കവിതയും ഒക്കെ മാറ്റിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? എന്തായിരുന്നു അത്? ഗതാഗത നിയമം ഇല്ലേ? ഗതാഗത നിയമം നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പം ഏത് റോഡിന്റെ ഏത് ഭാഗം ചേർന്ന് നടക്കണം, സൈക്കിളിൽ പോകുമ്പം എങ്ങനെ നടക്കണം, പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞില്ലേ? ഇപ്രാവശ്യം നമുക്ക് ട്രാഫിക് സിഗ്നലിനെ കുറിച്ച് പറയാം. എന്താണ് ട്രാഫിക് സിഗ്നൽ? അറിയോ? നമ്മള് വണ്ടിയിലൊക്കെ പോകുമ്പോ പിന്നെ കാറിലോ ബസ്സിലോ ഒക്കെ പോകുമ്പോ കാണില്ലേ, പച്ച ചുവപ്പ് മഞ്ഞ ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്ന. അപ്പൊ തോന്നിയിട്ടില്ലേ ഇതെന്തിനാ അങ്ങനെ വെച്ചത്? ഈ ലൈറ്റ് എന്തിനാ അങ്ങനെ കത്തുന്നത്? ഇത് എപ്പോ ഓഫായിട്ട് ഇനി പച്ച കളർ വരും, ഇനി എപ്പോ ചുവപ്പ് വരും, ഇങ്ങനൊക്കെ ആലോചിക്കില്ലേ നമ്മള് വണ്ടി പോകുമ്പോ? എന്നാലേ ഞാൻ ചോദിക്കട്ടെ, വണ്ടി ഏത് ലൈറ്റ് കത്തുമ്പോഴാ നമ്മളെ വണ്ടി പോവുക? ഏത് ലൈറ്റ് കത്തുമ്പോഴാ വണ്ടി സ്റ്റോപ്പ് ആവുക? ഏത് ലൈറ്റ് കത്തുമ്പോഴാണ് വണ്ടി മെല്ലെ പോവുക? അപ്പൊ സ്പീഡ് പോവോ? ഇല്ലേ? ഇതൊക്കെ നമുക്ക് തോന്നൂലേ സംശയം? നമ്മളിങ്ങനെ ഒരു ജംഗ്ഷനിൽ അല്ലെങ്കിൽ ലൈറ്റ് ഈ ട്രാഫിക് ലൈറ്റ് കത്തിയിട്ട് നിൽക്കുന്ന കാണുമ്പോ നമ്മൾ ഈ ട്രാഫിക് ലൈറ്റ് എവിടെ ആദ്യം തുടങ്ങിയെന്ന് വല്ലതും നിങ്ങൾക്ക് അറിയോ? ഞാനും ആലോചിക്കാറുണ്ട്, ഇത് എവിടെയായിരിക്കും കണ്ടുപിടിച്ചത്, ഇതാരായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക, എന്തിനാ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്കപ്പം എന്നാ അതിനെ കുറിച്ച് പറയാല്ലേ? അപ്പൊ ഈ ട്രാഫിക് ലൈറ്റേ ആദ്യം ബ്രിട്ടനിലാ ഉപയോഗിച്ചത് ഇല്ലേ? നിങ്ങൾ കേട്ടില്ലേ? ബ്രിട്ടൻ, ഇംഗ്ലണ്ട്, അവിടെയാണ് ആദ്യം ഉപയോഗിച്ചത്. അന്നൊന്നും ഇങ്ങനെ ലൈറ്റ് ആയിരുന്നില്ല. നിങ്ങൾ റാന്തൽ വിളക്ക് കണ്ടില്ലേ? നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോ റിസപ്ഷനും ഇതിനൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ ഇപ്പൊ തൂക്കിയിട്ട് കാണാം അല്ലെ, ഭംഗിക്ക്. പക്ഷെ അന്ന് അത് ഭംഗിക്കൊന്നും അല്ല. അന്ന് അവർ ഉപയോഗിച്ചത് ഈ റാന്തലില് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് ആ ലൈറ്റ് കാണിക്കാനായിട്ട് ഒരാള് നിൽക്കും. എങ്ങനെയാ അറിയോ? ഇപ്പൊ നമ്മള് റോഡിലൊക്കെ ട്രാഫിക് പോലീസ് നിൽക്കുന്ന കണ്ടില്ലേ? അതുപോലെ ഒരാള് ഈ റാന്തൽ വിളക്കിന്റെ അടുത്ത് നിൽക്കും. അന്നൊക്കെ ഇങ്ങനെ ഇത്രയും വണ്ടികൾ ഉണ്ടായിരുന്നോ? നമ്മളെവിടെ ഇല്ല കേട്ടോ പറയണേ, നമ്മള് ഇംഗ്ലണ്ടിലെ കാര്യാ പറയുന്നത്. അന്നൊന്നും ഇത്ര വണ്ടികൾ ഉണ്ടായിരുന്ന. അന്നൊക്കെ കാറുകളും കുറവായിരുന്നേ. അന്ന് എന്തായിരുന്നു കൂടുതൽ ഉണ്ടാവുക? റിക്ഷയോ? റിക്ഷ അല്ല, കൂടുതലും അന്ന് കുതിര വണ്ടികളാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കുതിര വണ്ടിക്ക് പോവാനും കാൽനടയായിട്ട് അല്ലെ നടന്നു പോകുന്ന ആൾക്കാർക്കും ഒക്കെ ദിശ കാണിക്കാൻ, ഡയറക്ഷൻ കാണിക്കാനായിട്ട് ഉപയോഗിച്ചതായിരുന്നു ഈ റാന്തൽ വിളക്ക്. അപ്പോഴേ ഇതിങ്ങനെ ഉപയോഗിച്ച് എവിടുത്തെ ഗതാഗതം ഒക്കെ നിയന്ത്രിച്ച്, അതായത് ആളുകൾ പോകുന്നതും വണ്ടി പോകുന്നതും ഒക്കെ നിയന്ത്രിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം അവളെ ബോംബ് സ്ഫോടനം ഉണ്ടായി. ആ ബോംബ് സ്ഫോടനത്തില് ഈ ലൈറ്റ് പൊട്ടിപ്പോവുകയും അത് പിടിച്ചു നിന്ന ആൾക്ക് വലിയ പരിക്ക് പറ്റുകയൊക്കെ ചെയ്തു. അയാളുടെ നില ഗുരുതരമായി. അതുകൊണ്ട് തന്നെ അവര് വീണ്ടും കാര്യങ്ങൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് മാറ്റം വരണം, വണ്ടികൾ കൂടി വന്നു. ഇങ്ങനെ ആയപ്പോഴാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ട്രാഫിക് ലൈറ്റിന്റെ തൊട്ടു മുന്നത്തെ ഒരു രൂപം 1768 JP റൈറ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് കണ്ടുപിടിച്ചത്. അതും എവിടെയാണ്? ബ്രിട്ടനിലാണ് കണ്ടുപിടിച്ചത്. അതിനുശേഷം 1920 കാലഘട്ടങ്ങളിലാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മാതിരി പച്ച ചുവപ്പ് മഞ്ഞ ഇങ്ങനെ കത്തുന്ന ലൈറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇല്ലേ? നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ ജംഗ്ഷനിലൊക്കെ നിൽക്കുമ്പോ എന്താണ് ഇതിങ്ങനെ പച്ച കത്തി, കുറച്ച് കഴിയുമ്പോൾ ചുവപ്പ് കത്തി, പിന്നെ മഞ്ഞ കത്തി, അതും അല്ലെങ്കിൽ സൈഡിലോട്ട് ഒരു പച്ചാരോ അല്ലെ, ഇപ്പുറത്തോട്ട് ഒരു പച്ചാരോ അല്ലെങ്കിൽ ചോപ്പ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, പച്ച മനുഷ്യൻ ചുവപ്പ് മനുഷ്യൻ, ഇങ്ങനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയാം. അപ്പൊ എന്തിനാണ് ഈ ലൈറ്റ് ഉപയോഗിക്കുന്നത്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ, നമ്മളെ ഗതാഗത നിയന്ത്രണത്തിന്. ഒരുപാട് വണ്ടിയൊക്കെ അല്ലെ നമ്മൾ കാണലില്ലേ? നമ്മളെ കോഴിക്കോട്, ഇവിടെ എവിടെയാ അപ്പൊ പറയാം, സ്റ്റേഡിയത്തിന്റെ അടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വണ്ടിയൊക്കെ ഇങ്ങനെ വന്ന് ഇടുങ്ങി നിൽക്കുന്നത് ഇല്ലേ? അപ്പൊ അവിടെ എങ്ങനെയാ നമ്മളെ നിയന്ത്രിക്കുക? ലൈറ്റ്. എന്നാ പോട്ടെ, ഫോക്കസ് മാളിന്റെ ഫ്രണ്ടില് ആ സൈഡിൽ എങ്ങനെയാ? ഇല്ലേ?
അവിടെയൊക്കെ എന്താണ് നമ്മൾ ഇതുപോലെ ട്രാഫിക് സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് വണ്ടികളെ നിയന്ത്രിക്കുന്നത് അല്ലെ. അപ്പം നോക്കിയാലോ, പച്ച ലൈറ്റ് എന്താ, നമ്മള് സിഗ്നലില് പച്ച ലൈറ്റ് കത്തുന്നതാണ് അല്ലെ, ഗ്രീൻ ലൈറ്റ്, ഗ്രീൻ സിഗ്നൽ ഒരു വട്ടത്തില് പച്ച ഇങ്ങനെ കത്തി നിൽക്കും. എന്താ അത് പറയുന്നത്? ആ ഗോ ഗോ, വേഗം പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറയുന്നതാ അല്ലെ പച്ച ലൈറ്റ്. പച്ച ലൈറ്റ് കത്തുമ്പം വണ്ടിക്ക് അത് കാണിക്കുന്ന ഡയറക്ഷനിലേക്ക്, ദിശയിലേക്ക് പോകാം. അതിനാണ് നമ്മൾ എന്താ പച്ച ലൈറ്റ് ഉപയോഗിക്കുന്നത്, ഗ്രീൻ സിഗ്നൽ അല്ലെ. നമ്മൾ അല്ലാത്തപ്പോഴും പറയില്ലേ ഗ്രീൻ സിഗ്നൽ യൂസ് ചെയ്യാ. ഗ്രീൻ സിഗ്നൽ എന്താണ്? ഗോ, തുടരൂ അല്ലെ, തുടർന്നുകൊണ്ടിരിക്കൂ എന്നൊക്കെ പറയുന്നതാണ് ഈ ഗ്രീൻ സിഗ്നൽ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ചുവപ്പ് എന്താ? റെഡ് സിഗ്നൽ. എന്താണ്? പോയത് മതി മതി, സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിങ്ങൾ അവിടെ നിൽക്കൂ അല്ലെ. നമ്മളെ നേരെയാണ് റെഡ് സിഗ്നൽ എങ്കിൽ എന്താ, നമ്മളെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇല്ലേ, നിങ്ങൾ അവിടെ ചിലപ്പം നമ്മളെ വണ്ടീന്റെ നേരെ ആ സിഗ്നലിനോട് ചേർന്ന് തന്നെ ചിലപ്പം 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് ടൈം പോകുന്ന അല്ലെ, സമയം കണക്കാക്കുന്നതും കാണാം. അപ്പൊ അത്ര സമയം കഴിയുമ്പോ അടുത്ത ലൈറ്റ്, അടുത്ത സിഗ്നൽ വരും. അപ്പൊ റെഡ് സിഗ്നൽ എന്താണ്, നമ്മള് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ആണ് അല്ലെ, നിൽക്കൂ എന്ന് പറയുന്നതാണ്. പിന്നെ ഗ്രീൻ ആണെങ്കിലോ മൂവ്, മുന്നോട്ട് പോകൂ എന്ന് പറയുന്നു. അത് രണ്ടുമല്ല. ഇനി ഒരു സിഗ്നലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, റെഡ് സ്റ്റോപ്പ് ആണെന്നും പറഞ്ഞു, ഗ്രീന് ഗോ ആണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ യെല്ലോ ലൈറ്റ് അല്ലെങ്കിൽ യെല്ലോ, അല്ലെങ്കിൽ അതിന് മെയിൻ പറയാ എന്താണ്, അമ്പർ എന്നാ പറയാ, അമ്പർ കളർ. ആ ലൈറ്റ് എന്തിനാ ഉപയോഗിക്കുന്ന, ആർക്ക് പറയാ? സിഗ്നൽ ഇട്ടേ വേഗം പൊയ്ക്കോ എന്നാണോ അത് പറയുന്നേ? ആണോ? സിഗ്നല് ഇപ്പൊ റെഡ് ആവോ, നിങ്ങൾ വേഗം അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നതാണോ അത് പറയുന്നത്? അല്ല അല്ലേ. ഇപ്പൊ സ്റ്റോപ്പ് സിഗ്നൽ വരും, സ്റ്റോപ്പ് അല്ലെ റെഡ് സിഗ്നൽ വരും. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാ, സ്ലോ ആക്കുക, നിങ്ങളുടെ വണ്ടി സ്ലോ ആക്കി അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ റെഡി ആവുക എന്നാ പറയാ. പക്ഷെ എനിക്കും ഇത് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ, ഞാനും ഇങ്ങനെ തപ്പിയപ്പം കണ്ടതാ. ഞാൻ ആദ്യം വിചാരിച്ച എന്താ അറിയോ, ഈ അമ്പർ സിഗ്നൽ വന്നാ നമ്മളെ വണ്ടി വേഗം അങ്ങോട്ട് ക്രോസ് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ അതല്ല. അപ്പം നിങ്ങൾക്കും അറിയില്ലെങ്കിൽ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റണം അല്ലെ. അപ്പൊ അമ്പർ സിഗ്നൽ അല്ലെങ്കിൽ യെല്ലോ സിഗ്നൽ വന്നാൽ എന്താണ്, ഇപ്പൊ റെഡ് സിഗ്നൽ കാണിക്കും, നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി സ്ലോ ഡൗൺ ചെയ്യുക, പതുക്കെയാക്കി സ്റ്റോപ്പ് ചെയ്യാൻ റെഡി ആവുക എന്നാ പറയുന്നത്. ഇനി പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു റെഡ് മാൻ, ഗ്രീൻ മാൻ. കണ്ടുണ്ടോ നിങ്ങള് അല്ലെ? ഒരു മനുഷ്യന്റെ രൂപം, നമ്മൾ ഈ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ വെച്ചുണ്ടാക്കുന്ന രൂപം പോലത്തെ മനുഷ്യനെ കണ്ടിട്ടില്ലേ? അതിൽ ചുവപ്പ് മനുഷ്യൻ, റെഡ് മനുഷ്യൻ വന്നാൽ എന്താണ്, കാൽനടയായിട്ട് നമ്മൾ അതിൽ പോവുകയാണെങ്കിൽ അവരോട് സ്റ്റോപ്പ് പറയുന്ന സിഗ്നൽ ആണ് അല്ലെ. അപ്പം ആളുകൾ കാൽനടയായിട്ട് അല്ലെങ്കിൽ നടന്നു പോകുന്നവർ എന്ത് ചെയ്യാ, ആ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുക, ഇപ്പൊ വണ്ടിക്ക് പോവാനുള്ള സമയമാണ് എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഗ്രീൻ മാൻ ആണെങ്കിലോ, പച്ച മനുഷ്യൻ ഇല്ലേ, പച്ച മനുഷ്യൻ എന്താ കാണിക്കുന്നത്, പച്ച മനുഷ്യൻ പറയാ, നമുക്ക് പോവാം പോവാം, വണ്ടിക്കാരെ നിക്കൂ നിക്കൂ, ഞങ്ങള് പോട്ടെ അല്ലെ. നടന്നു പോകുന്ന ആളുകൾക്ക് പോവാനുള്ളതാണ് എന്ത്, ഗ്രീൻ മാൻ അല്ലെ, ഗ്രീൻ മനുഷ്യന്റെ, പച്ച മനുഷ്യന്റെ സിഗ്നൽ കാണിക്കുന്നത്. ഇനി അതുമല്ല, സൈഡിലേക്ക് അല്ലെ, ചിലപ്പോ നമുക്ക് കാണാം നമ്മൾ നേരെ ഒരു ജംഗ്ഷനിലൊക്കെയാണ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെ, 4 കൂടിയ ജംഗ്ഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇടത്തോട്ടാണ് ഗ്രീൻ സിഗ്നൽ എങ്കിലോ ഇടത്തോട്ട് പോകേണ്ട ആളുകൾ എന്ത് ചെയ്യാ, അപ്പൊ വണ്ടി എടുത്ത് ആ ഭാഗത്തേക്ക് പോകുക അല്ലെ. അതുപോലെ വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട് പോകേണ്ട ആളുകൾ അവരുടെ വണ്ടിയുമായി വലത്തു ഭാഗത്തേക്ക് പോവുക. അതേപോലെ റെഡ് സിഗ്നൽ ആണെങ്കിലോ അതേപോലെ ആരോ മാർക്ക് അല്ലെ, അമ്പടയാളം ഇട്ടിട്ട് ആ ഭാഗത്തേക്ക് റെഡ് ആണ് കാണിക്കുന്നതാണെങ്കിൽ എന്താ കാണിക്കുന്നത്, ഇപ്പൊ പോവരുത്, അവിടെ സ്റ്റോപ്പ് ചെയ്യുക, ഇപ്പൊ അങ്ങോട്ട് പോവാൻ കഴിയില്ല, അതിന്റെ എതിർ ഭാഗത്തുള്ള ആളുകൾ മൂവ് ചെയ്യുന്നല്ലേ. അപ്പൊ നേരെ എതിർ ഭാഗത്തുള്ള വണ്ടിക്ക് ഗ്രീൻ സിഗ്നൽ ആയിരിക്കും, അപ്പൊ അവരായിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ സിഗ്നൽ തെറ്റിച്ചെടുത്താ എന്താ അല്ലെ, വണ്ടികൾ കൂട്ടിയിടിച്ച്
അപകടങ്ങള് സംഭവിക്കും. അപ്പൊ ഇതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ സിഗ്നല് പാലിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, സിഗ്നല് തെറ്റിയ ഒരു വണ്ടി വന്നാൽ എന്താ സംഭവിക്കുക? അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരുന്ന വണ്ടികളൊക്കെ ബ്ലോക്കായി വണ്ടികൾക്ക് പോവാൻ കഴിയാതെ ആവും. അപ്പൊ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, വണ്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് തിരക്കുള്ള ജംഗ്ഷനിൽ അല്ലെ, കവലകളിൽ നമ്മൾ എന്ത് ഫിറ്റ് ചെയ്യുന്നത്, ട്രാഫിക് സിഗ്നൽസ്. അപ്പൊ നമ്മള് നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് അല്ലെ. ഒരിക്കലും എന്ത് ചെയ്യരുത്, നിയമങ്ങൾ തെറ്റിക്കരുത്. നിയമങ്ങൾ തെറ്റിക്കാതെ നിയമങ്ങൾ പാലിച്ചാൽ എന്താണ്, നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് അപകടങ്ങള് ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ. നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും ഇല്ലേ. അപ്പം അതിനുവേണ്ടി എല്ലാവരും ഇനി മുതൽ എന്ത് ചെയ്യണം, ട്രാഫിക് സിഗ്നലുകളും ഗതാഗത നിയമങ്ങളും ഒക്കെ പാലിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.